സുഷിൻ, മഞ്ഞുമൽ ബോയ്സ് ഇറക്കിയപ്പോൾ താങ്കൾ പറയാം മലയാള സിനിമയുടെ സീൻ മാറ്റുന്ന സിനിമയായിരിക്കും എന്ന്. ഇപ്പോൾ താങ്കൾ ചെയ്യുന്ന എല്ലാ പടങ്ങളും ഇപ്പോൾ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുക, ചെയ്യുന്ന ട്രാക്കുകളായാലും ശരിയാണ്, മലയാളികൾക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആവേശം എങ്ങനെ ഒരു ചിത്രം തിയേറ്ററിൽ ആവേശം കൊള്ളിക്കുമോ? തിയേറ്ററിൽ ആവേശം കൊള്ളിക്കണമല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട്. ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രോമാഞ്ചം കൊള്ളിക്കോ എന്നുള്ളൊരു സാധനം. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, രോമാഞ്ചം പൊള്ളിക്കും എന്നുള്ളൊരു സാധനം. ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എന്റർടൈനർ ആണ്. മൊത്തത്തിൽ ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എന്റർടൈനർ പാക്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിൻ്റെ അകത്ത് വേറെ അൺഎക്സൈറ്റ്മെന്റ് എന്നല്ലേ പറയാ, അത് ഉണ്ടാവാൻ സാധ്യതയില്ല. എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊന്നും സീൻ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞൊന്നുമല്ലല്ലോ, ചുമ്മാ തള്ളി വെക്കുന്നില്ല. അതേപോലെ അങ്ങനെ തന്നെ ആവട്ടെ. ആവേശത്തില് രോമാഞ്ചത്തിലുള്ള പോലെ, രോമാഞ്ചത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ട്രാക്കൊക്കെ അങ്ങനെയുള്ളൂ. ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല, എല്ലാം ഒരു സ്കോർ പോലെ. നമുക്ക് ഈ പറഞ്ഞ പോലെ 8 പാട്ട് ഉള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല, ആ ഒരു 8 സോങ്സ് വന്ന് പോകുന്നത്. റാപ്പ് ഒരുപാടില്ല, എന്നാലും ഉണ്ട് 2-3 സോങ്സ് റാപ്പായിട്ടുണ്ട്. എല്ലാം മലയാളം, ഇംഗ്ലീഷും ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ്, ബാക്കിയെല്ലാം മലയാളം. സൗത്ത് ഇന്ത്യൻ എനിക്കറിയില്ല, ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്തു. സുജേട്ടാ, ചേട്ടാ ഒരു ഇന്റർവ്യൂവിൽ മുമ്പ് പറഞ്ഞിരുന്നു ആവേശത്തിലൊരു അല്ലു അർജുൻ അനിരുദ്ധ് ടൈപ്പ് പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കൊരു പരിധി വരെ ഇല്ലുമിനാറ്റിൽ ഞങ്ങൾ കേട്ടു. അപ്പോൾ ഇനി അതിനെ വെല്ലുന്നൊരു സോങ് ഇനി നമുക്ക് ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ? ആ ഒരു വൈബ് ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, കുറച്ച് ഇറക്കി വിടും. എനിക്കൊന്ന് റിലീസ് ആകാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറക്കുന്നത്. എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ്. എനിക്ക് ഈ അനിരുദ്ധ റെഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ. ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്കൊക്കെ നോക്കുമ്പം ഈ സന്തോഷ് നായരും അനിരുദ്ധൊക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്ന സാധനം. അപ്പം അങ്ങനത്തെ കുറച്ച് ചുമ്മാ യൂസ് ചെയ്തു പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെയും ചെയ്യാത്ത സിനിമകളുടെ സ്വഭാവവും പെർഫോമൻസ് ആയാലും ഇങ്ങനെയൊരു സെറ്റിംഗിൽ ഇങ്ങനൊരു എന്താ പറയുക, ബാംഗ്ലൂരിൻ്റെ ഒരു കോളേജ് ലൈഫും സ്റ്റുഡൻറ് ലൈഫും വേറൊരു സൈഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ മൊത്തത്തിൽ പുതുമ തോന്നിയതുകൊണ്ടാണ്. ഇത് ആക്ച്വലി പുള്ളിയുടെ സെക്കൻഡ് പേഴ്സണാലിറ്റിയാണ്. അതായത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പടങ്ങൾ ചെയ്യുമ്പോൾ ഫഹദ് ഫാസിൽ വയ്ക്കും, ഇനി ഇതുപോലത്തെ വേറെ എന്തെങ്കിലും മാസ് പടമോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടം ചെയ്യുമ്പോൾ ഫഫാന്ന് വയ്ക്കും. അതിനുള്ളൊരു പരിപാടിയാണ്, തുടക്കമായിട്ടുള്ളതേ ഉള്ളൂ. ആവട്ടെ ആവട്ടെ. കുറെ കാണാനുണ്ട്, 20 ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ഈ പറഞ്ഞെല്ലാം ഉണ്ടോ? റിയലിസ്റ്റിക് സിനിമകളുടെ കാലം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് എന്റർടൈൻമെന്റ് മോഡ് അല്ലെങ്കിൽ ലാർജർ ലൈഫ് കൊമേഴ്ഷ്യൽ സിനിമകളുടെ കാലമാണ്. അങ്ങനെയാണ് ഈ ചുവട് മാറ്റത്തിന്റെ കാരണം. അല്ല, അങ്ങനെയല്ലല്ലോ, ഒരിക്കലും അല്ല. ഇപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം മാക്സിമം ഓരോ സിനിമകളും ഡിഫറെൻ്റ് ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. ഈ സ്വഭാവത്തിലുള്ള സിനിമകൾ ഇപ്പം ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണമെന്ന് തോന്നി. ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ ഇപ്പം നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പം അത് തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നൊന്നുമില്ല, ഇതിനെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട്.
തിയേറ്ററിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത്. ഈ എടമോനെ എന്നുള്ള പ്രയോഗം പറഞ്ഞു പറഞ്ഞാണ് അത് കുറെ വട്ടം ഉപയോഗിച്ചാണ് ആ ഒരു ഇൻവോൾവ് സെറ്റ് ആയെന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു മാസ് പടം ചെയ്യുമ്പോൾ അങ്ങനെ പഞ്ച് ലൈൻ പോലെ വേണം, അങ്ങനെ പർപ്പസ്ഫുള്ളി ഇതിൽ തോട്ട് ആയിട്ടുണ്ടായിരുന്നു പടത്തിനുള്ളിൽ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല ഓർഗാനിക് ആയിട്ട് സംഭവിച്ചത്. മോനെ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും മാത്രം ചോയ്സ് ആണോ അതോ പകുതിക്കാട് ഒരു കോൺട്രിബ്യൂഷൻ അവിടെ വരുന്നുണ്ടോ? നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നതാണ്. ഇപ്പം എനിക്ക് ഓർമ്മ വന്നത്, എന്നെ സ്കൂളിൽ എൻ്റെ ഒരു സീനിയർ എന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം അവിടെ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ നസ്രിയൊക്കെ അത് എല്ലാവരും അത് യൂസ് ചെയ്ത് തുടങ്ങി. സെറ്റ് ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിരുന്നു.